ഇന്ന് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് പാല് ഒരു സോസ് പാനിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി 1/2 കപ്പ് പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ചൂടായിട്ട് വരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ചെറിയ രീതിയിലൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ വീണ്ടും ഒരു 1-2 മിനിറ്റ് കൂടി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസ് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നേന്ത്രപ്പഴം ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്നാൽ നമുക്ക് അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് 1/2 കപ്പ് അവല് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇതുപോലെ